dears, welcome back to our family. അപ്പം ഇന്നത്തെ നമ്മുടെ ആദ്യം ഞാൻ എൻ്റെ ലുക്കിൻ്റെ കാര്യം പറയാം കേട്ടോ. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പേജിൻ്റെ പ്രൊമോഷൻ ഉണ്ടായിരുന്നു. ഡിവൈൻ ഹെർബ്സ് ഉണ്ടോ സംഭവം. ഡിവൈൻ ഹെർബ്സിൻ്റെ ഒരു പേജിൻ്റെ ആണ് കേട്ടോ. എനിക്കിത് തമിഴ്നാട്ടിൽ നിന്ന് ചേച്ചി അയച്ചെന്നാണ്. നമ്മുടെ സാമ്പ്രാണിത്തിരി ഉണ്ടല്ലോ, മറ്റേ കത്തിക്കുന്ന സാമ്പ്രാണിപ്പൊടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അതും അതിൻ്റെ ചെപ്പുകൾ, അത് കത്തിക്കാനുള്ള സാധനങ്ങളൊക്കെയാണ്. ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേനും ഇത് കത്തിച്ച് നല്ല മണമായിരിക്കും. ഞാൻ എൻ്റെ വീഡിയോ ചെയ്തിട്ട് വന്നിരുന്നേ ഉള്ളൂ. കണ്ട ഇങ്ങനെ ഇരുന്ന് പുകഞ്ഞോളും. ഈ ഒരു സംഭവം മതി. ഇവരുടെ എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ പേജ് മെൻഷൻ ചെയ്തേക്കാം. നല്ല ഐറ്റംസ്, നല്ല സ്മെല്ല്. നമുക്ക് സന്ധ്യ സമയത്തൊക്കെ ഇങ്ങനെ പൂജിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു 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 എന്താ ഒരു ഡിവൈൻ സ്മെൽ. ഡിവൈൻ എന്ന് പറയുമ്പോൾ എന്താ ഒരു മീനിങ്, ആ ഒരു വേർഡ്, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ആണല്ലോ ഈ സാധനം. അപ്പം അതിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ ഇന്നാണ് വീഡിയോ എടുക്കുന്നത്. കുറേ ദിവസമായി വന്നിട്ട് എൻ്റെ കയ്യിൽ ഈ സാമ്പ്രാണിത്തിരി പുകയ്ക്കുന്ന അതില്ലായിരുന്നു. അപ്പം മുടി പുകയ്ക്കാനും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. അത് ഞാൻ പണ്ട് മുടി പുകയ്ക്കുമായിരുന്നു. എൻ്റെ ചെറുതില്ല, ഞാൻ ഏവിയേഷനൊക്കെ പഠിക്കുന്നതിന് മുന്നേ. അത് കഴിഞ്ഞതിന് ശേഷം മുടി പോയിട്ട് സ്മൂത്തനിങ് ഒക്കെ ചെയ്ത് നാശകോശമൊക്കെ. അതിനുശേഷം പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. അതിന് മുമ്പ് ഭയങ്കര കെയറിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് മുടിയൊക്കെ നന്നായിട്ടിരുന്നു. അതിന് ശേഷം പിന്നെ എല്ലാം പോയി. ഇപ്പോൾ അത് കൊണ്ടുവന്നപ്പം നമുക്ക് ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ ഇല്ലേ. എനിക്ക് കാശിയുടെ സമയത്തും ഈ ഒരു ട്രഡീഷണൽ വൈബൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. സോ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചാണ്. പോട്ടെ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഈ ഒരു ചെപ്പ് നിറച്ച് അവർ അയച്ചു തരും. അതുപോലെ തന്നെ പിന്നെ ഈ സാധനം കരിക്കട്ടയുണ്ട്, ചന്ദനക്കട്ടയുണ്ട്, അങ്ങനെ വേറെ എന്തൊക്കെയോ കട്ടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെ വേണമെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ അയച്ചു തരും. ഞാൻ അവരുടെ പേജ് മെൻഷൻ ചെയ്തേക്കാം. അപ്പം നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ഞാൻ ഈ ഇടയ്ക്ക് നമ്മുടെ വാട്ട് ഐ ഈറ്റിൻ്റെ ഇടയിൽ ഉണ്ടല്ലോ, വാട്ട് ഐ ഈറ്റിൻ്റെ ഇടയിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ അതിനകത്ത് കറുത്ത മുന്തിരി കഴിച്ചു. കറുത്ത മുന്തിരി കഴിച്ചപ്പോൾ അതിനകത്തൊരു ചേച്ചി കമൻറ്റ് ഇട്ടാണ്, കറുത്ത മുന്തിരി കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കറുത്തു പോകുമെന്ന്. അതുപോലെ ഒരുപാട് പേർക്ക് പല തരത്തിലുള്ള മിഥ്യാധാരണകളുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കുഞ്ഞുങ്ങളുടെ നിറം, അതായത് നമ്മുടെ വയറ്റിലുള്ള ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെ നിറം എന്ന് പറയുന്നത് എന്താ പറയുക, അയ്യോ എൻ്റെ കുർത്തൻകെട്ട കുഞ്ഞിതാണ്ട് ഇവിടെ ഇപ്പോൾ ഉണ്ട് കേട്ടോ. അതാ ഈ കുഞ്ഞുങ്ങളുടെ നിറം എന്ന് പറയുന്നത് എപ്പോഴും മോനെ എന്നാ ഇത് കൊണ്ടുവെക്കോ. കോഴിക്കുഞ്ഞ് എന്തിയേ മോൻ്റെ കുഞ്ഞിൻ്റെ കോഴിക്കുഞ്ഞ് എന്തിയേ? അപ്പോൾ കുഞ്ഞുങ്ങളുടെ നിറം എന്ന് പറയുന്നത് എപ്പോഴും അച്ഛൻ്റെ അമ്മയുടെയും ജനറ്റിക്കിനെ ബേസ് ചെയ്തിരിക്കും. അതായത് അച്ഛൻ്റെ അമ്മയുടെയും ജനറ്റിക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. അവരുടെ തലമുറകളിലുള്ള ആരുടെയെങ്കിലും ജനറ്റിക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. ഞാൻ അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. കാര്യം ആ കുട്ടി കമൻറ്റ് ചെയ്തപ്പോൾ അതിനകത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറ്റിക് ആണെന്ന്. ഒരിക്കലും ആ കുട്ടീനെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതുപോലെ ചിന്തിച്ചു നോക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാര്യം കാശിയുടെ സമയത്ത് ഞാൻ ഓൾറെഡി ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പലരും പറയും കുങ്കുമപ്പൂ കഴിച്ചാൽ മതി കുഞ്ഞിന് നിറം വെക്കുമെന്ന്. ഒരിക്കലും അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. അങ്ങനൊരു കാര്യമേ ഇല്ല. ഞാൻ കുങ്കുമപ്പൂ കാശിയുടെ സമയത്ത് കഴിക്കുമായിരുന്നു. ഇപ്രാവശ്യം എനിക്ക് കിട്ടിയില്ല. ഇനി ആരെങ്കിലും അമ്മയോ ഗോഗു ആരെങ്കിലും കൊടുത്തയക്കുമ്പോഴേ ഇനി അത് കിട്ടുള്ളൂ. സോ അതുകൊണ്ടിട്ടാണ് ഞാൻ ഇപ്രാവശ്യം കഴിക്കാഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചതിൻ്റെ റീസൺ ഞാൻ അന്നേരം തന്നെ പറഞ്ഞു. നമുക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടല്ലോ, അതായത് BP കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഷുഗർ ഒരുപാട് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഇതുണ്ടല്ലോ, ഈ പെറ്റൽസ്, കുങ്കുമപ്പൂവിൻ്റെ പെറ്റൽസ് ഉണ്ടല്ലോ, അത് ഹെൽപ്പ് ചെയ്യും. അത് ഒരുപാടായിക്കഴിഞ്ഞാൽ അത് ഹെൽത്തിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നതാണ്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞാണ് ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തതാണ്. സോ അതിൻ്റെ അകത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറ്റിക് ആണ്. കുങ്കുമപ്പൂ കഴിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് കുഞ്ഞൊരിക്കലും വെളുക്കില്ല. അതേപോലെ ഈ കറുത്ത മുന്തിരി കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും കുഞ്ഞ് കറുക്കയില്ല. എൻ്റെ കാശീൻ്റെ സമയത്താണെങ്കിൽ ഞാൻ ഇഷ്ടംപോലെ കറുത്ത മുന്തിരി കഴിക്കുമായിരുന്നു. അതുപോലെ തന്നെ കറുത്ത മുന്തിരി ഉണക്കിയത് വെള്ളത്തിലിട്ട് തലേ ദിവസം കുതിർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ജ്യൂസായിട്ട് കുടിക്കുമായിരുന്നു. ഇപ്രാവശ്യമാണ് ഞാൻ ഇനി അങ്ങനെ ചെയ്യാതിരുന്നത്. കാര്യം കിട്ടിയില്ല, അതുകൊണ്ടിട്ട് ആരും അവിടെ നിന്ന് വന്നില്ല. ദുബായിൽ നിന്ന് വന്നില്ല, അതുകൊണ്ടിട്ടാണ് ഈ പ്രാവശ്യം കഴിക്കാണ്ടിരുന്നത്.
സോ ഒരിക്കലും ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്. നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ അനുസരിച്ച് കുഞ്ഞിൻ്റെ നിറം വ്യത്യാസം ഉണ്ടാകും എന്നതൊക്കെ ചിന്തിച്ച് വെക്കും. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കരുത്. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കുഞ്ഞിൻ്റെ ജനറ്റിക്കിനെ ബേസ് ചെയ്തിരിക്കും. എൻ്റെ കാശി ബേബീൻ്റെ കണ്ണ് ബ്രൗൺ കളറാണ്, പ്യൂർ ബ്ലാക്കോ കാര്യങ്ങളോ, എല്ലാവരുടെയും കണ്ണ് പ്യൂർ ബ്ലാക്കോ ഒന്നുമല്ല. എന്നാലും അവൻ്റെ ചെറിയൊരു കുഞ്ഞായിരുന്ന സമയത്തൊരു ബ്ലൂയിഷ് ടൈപ്പായിരുന്നു, കരിനീല കണ്ണ് പോലെയായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് നല്ല ബ്രൗൺ കളറായി. അതിൻ്റെ റീസൺ അവൻ്റെ അച്ഛനാണ്, അതായത് ഗോകുവിൻ്റെ കണ്ണ് ബ്രൗൺ കളറാണ്, അതുകൊണ്ടിട്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത്. കാശിൻ്റെ നിറത്തിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇരുനിറമാണ്, ഞാൻ വെളുത്തിട്ടല്ല, ഞാൻ ഇരുനിറമാണ്. സോ എൻ്റെ നിറമല്ല അവൻ ഇട്ടിരിക്കുന്നത്, അവൻ്റെ അച്ഛൻ്റെ ഫാമിലിയുടെ കളറാണ് അവൻ ഈറ്റിയിട്ടുള്ളത്. ഗോകുവിൻ്റെ അമ്മയായാലും ചേച്ചിമാരായാലും നല്ല ഫെയറാണ്. സോ അവരുടെ ഒരു ജനറ്റിക്കാണ് ബേബിക്ക് കിട്ടിയിട്ടുള്ളത്. അടുത്ത ബേബിയുടെ ചിലപ്പം എൻ്റെ ജനറ്റിക് ആയിരിക്കും, എനിക്ക് അറിയത്തില്ല, ആരുടെ ആയിരിക്കും എന്ന് എനിക്ക് അറിയത്തില്ല. ഗോകുലായാലും നല്ല ഫെയറാണ്. സോ ഇപ്പോഴാണ് ഈ വെയിലത്തൊക്കെ പോയി അവിടെ ഇവിടെ അലഞ്ഞാണെന്നൊക്കെയാണ് ഈ ഗോകുവിൻ്റെ കളർ മാറുന്നത്, അല്ലാതെ ഗോകു നല്ല ഫെയറാണ്. സോ ഒരിക്കലും എന്തെങ്കിലും ഈ മുന്തിരി കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും കുഞ്ഞ് കറുത്ത് പോകില്ല. മുന്തിരി മാത്രമല്ല, പലരും പല പേരുകൾ പറയും, ഇന്ന സാധനം കഴിച്ചു കഴിഞ്ഞാൽ കറുത്ത് പോകും, ഇങ്ങനെ പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ചില ഈ നട്ട്സ് കാര്യങ്ങളൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചില ഗുണങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അതുപോലെയല്ല ഈ നിറത്തിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്, അത് ആദ്യമേ നിങ്ങൾ ചിന്തിക്കണം. ഇനിയിപ്പോൾ പ്രഗ്നൻ്റ് ആവാനിരിക്കുന്നവരായാലും ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരായാലും കാണും. അപ്പം അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്തൊരു കാര്യം ഞാൻ ഷെയർ ചെയ്ത് തരികയാണ്. ഒരിക്കലും കുഞ്ഞിൻ്റെ നിറം എന്ന് പറയുന്നത് ഈ കഴിക്കുന്ന ഫുഡിനെ ബേസ് ചെയ്ത് വരില്ല. നമ്മളിപ്പം ഞാൻ പറഞ്ഞ കണക്ക് ഒരു കറുത്ത മുന്തിരി കഴിച്ചുകൊണ്ട് കറുക്കുകയോ നമ്മുടെ കുങ്കുമപ്പൂ കഴിച്ചുകൊണ്ടിട്ട് കുഞ്ഞ് വെളുക്കുകയോ ചെയ്യില്ല. ഇത് പെർഫെക്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ജനറ്റിക് ബേസ് ചെയ്ത് വരും. അതായത് കുഞ്ഞിൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ ജനറ്റിക് വരാം. അത് ചിലപ്പോൾ അമ്മയുടെ ജനറ്റിക് ആയിരിക്കും, അത് അമ്മയുടെ കുടുംബത്തിലുള്ള. കാശി ബേബിക്ക് ഒരു സൈഡിൽ നുണക്കുഴിയുണ്ട്, ഗോകുവിൻ്റെ ഫാമിലിയിൽ ആർക്കും നുണക്കുഴിയില്ല. പക്ഷേ എൻ്റെ ഫാമിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അനിയത്തിക്ക് ഒറ്റ കവിളിൽ നുണക്കുഴിയുണ്ട്. ആ ഒരു ബേസാണ് അവന് കിട്ടിയിട്ടുള്ളത്. നമുക്ക് മിക്സപ്പ് ആയിട്ടായിരിക്കും വരുന്നത്, എല്ലാം ഒരേ സെയിം ഈ ജനറ്റിക്ക് തന്നെ ആവണം എന്നൊന്നുമില്ല. പിന്നെ കാശി ജനിച്ച സമയത്ത് കാശിക്ക് ഹെയർ ഇല്ലായിരുന്നു. അപ്പോൾ ചിലർ പറയും ഈ ഇലക്കറികൾ കഴിക്കാഞ്ഞിട്ട്, അതുള്ളതായിരിക്കും കേട്ടോ. ഞാൻ പച്ചക്കറിയൊന്നും കഴിച്ചിട്ടില്ല, അതേ പറ്റിയിട്ട് എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. എൻ്റെ ഈ അഭിപ്രായത്തോട് വിയോജിക്കുന്നവരും ഉണ്ടാവാം. സോ അങ്ങനെയുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ബാക്കിയുള്ളവർക്ക് യൂസ്ഫുൾ ആവും. കാര്യം ആവശ്യമില്ലാത്ത കുറേ പൊട്ട ചിന്തകളൊക്കെ നമ്മൾ ചിന്തിച്ച് വെക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. ഒരിക്കലും അങ്ങനെ അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി ഇതൊക്കെ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവും. നമ്മൾ ഈ കഴിക്കുന്ന കറുത്ത മുന്തിരിക്കകത്ത് എന്തൊക്കെ പോഷകങ്ങളുണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻസ് മിനറൽസും ഒക്കെ ഒരുപാടുള്ളതാണ്. സോ അതൊക്കെ എൻ്റെ കുഞ്ഞിന് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എൻ്റെ കുഞ്ഞിനെന്നല്ല, എൻ്റെ കുഞ്ഞിന് ഞാൻ ഇപ്പോഴും എൻ്റെ ബേബിക്ക് കാശി ബേബിക്ക് ഫീഡ് ചെയ്യുന്നുണ്ട്. ഈ മാസം തൊട്ടിട്ട് ഫീഡിങ് ക്ലോസ് ചെയ്യണം. കാര്യം 6ാം മാസത്തിലേക്ക് കടക്കുകയാണ്. ഈ മാസം 13 ആകുമ്പോൾ എനിക്ക് 6 മാസം സ്റ്റാർട്ട് ആവുകയാണ്. സോ അതിനു മുമ്പ് തന്നെ കുഞ്ഞിൻ്റെ പാലുകൂടി നിർത്തണം, ഇല്ലാന്നുണ്ടെങ്കിൽ ടാസ്ക്കാണ്. ഞാനിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഞാൻ എൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ടാബ്ലറ്റ്സ് കഴിക്കുന്നത് സ്കിപ്പ് ചെയ്താണ് കഴിക്കുന്നത്. ഡെയിലി ഞാൻ കഴിക്കാറില്ല. കാര്യം കഴിക്കാത്തതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കഴിക്കുന്നത് തന്നെയാണ് ഞാൻ ഈ കാശി ബേബിക്ക് ഫീഡ് ചെയ്യുന്നതുകൊണ്ടിട്ടാണ് കഴിക്കാൻ ഞാൻ മടിക്കുന്നത്. കാര്യം എനിക്കറിയത്തില്ല, എനിക്ക് എങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയത്തില്ല. ഞാനത് സ്കിപ്പ് ചെയ്ത് ഞാൻ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് മാത്രമാണ് രാവിലെ പെർഫെക്റ്റ് ആയിട്ട് കഴിക്കുന്നത്. ബാക്കിയൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യും. ബാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആകെയുള്ളത് അയണും കാൽസ്യവുമാണ്. ഇത് കഴിക്കണം, എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളതാണ്. പക്ഷേ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റം പാല്, മുട്ട, ഏത്തയ്ക്ക അങ്ങനെയുള്ള സാധനങ്ങൾ, അത് പച്ചക്കറി, വെജിറ്റബിൾസ്, പിന്നെ ചില ചെറിയ മീനുകൾ അങ്ങനെയുള്ളതൊക്കെ കഴിക്കുന്നുണ്ട്. അതൊന്നും ഞാൻ സ്കിപ്പ് ചെയ്യുന്നില്ല. പക്ഷേ ടാബ്ലറ്റ്സ് കഴിക്കുന്നത് ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബിക്ക് ഫീഡ് ചെയ്യുന്നതുകൊണ്ടിട്ടാണ്. നമ്മൾ ഈ കുഞ്ഞിന് ഈ ഗുളികയൊക്കെ കഴിച്ചുകൊണ്ടിട്ട് കുഞ്ഞിന് ഫീഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കിഡ്നിക്ക് പ്രോബ്ലം വരാനുള്ള ചാൻസസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഡോക്ടേഴ്സ് തന്നെ പറയുന്നത് 5ാം മാസം ആകുമ്പോഴത്തേന് പാലുകൂടി നിർത്തണമെന്ന്. എനിക്ക് അവൻ്റെ പാലുകൂടി ഈ മാസം ഞാൻ 6ാം മാസം കൂടെ കുറച്ച് 1.5 ആയിട്ട് കൊടുത്ത് നിർത്താമെന്നാണ് ഞാൻ വിചാരിച്ചത്. സോ അത്രയും നാളെങ്കിലും ഞാൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിനോട് ഞാൻ ചെയ്യുന്നൊരു തെറ്റായിരിക്കും. നമുക്ക് 2 വയസ്സ് വരെ പാല് കൊടുക്കുക, 2 അല്ല 4 വയസ്സ് വരെ കൊടുക്കുന്നവരുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 7 മാസമായപ്പോഴാണ് എൻ്റെ അമ്മ പ്രഗ്നൻ്റ് ആയത്. സോ എൻ്റെ 7ാം മാസത്തിൽ തന്നെ ഞാൻ പാലുകൂടി നിർത്തിയാണ് കേട്ടോ. പിന്നെ ചിലരൊക്കെ ഫോർമുല കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ ആകുമ്പോഴത്തേന് പ്രശ്നമില്ല. കാശി ബേബിയുടെ കാര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇതുവരെ കുഞ്ഞിന് ഫോർമുല കൊടുത്തിട്ടില്ല. ഇപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പാല് കാച്ചി കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കുന്നതുകൊണ്ട് വലിയ സീനില്ല.
അത് കൊടുക്കുന്നതുകൊണ്ടിട്ട് വലിയ സീനില്ല. എന്നാലും നിർത്തണം. നമ്മുടെ അമ്മപ്പാൽ കൊടുക്കുന്ന കണക്ക് വരില്ലല്ലോ വേറെ എന്തായാലും. പക്ഷേ 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള പോഷകവും കാര്യങ്ങളൊന്നും കാണില്ല. എന്നാൽ പോലും നമ്മൾ തമ്മിലുള്ളൊരു അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഫീഡ് ചെയ്യുന്നതാണല്ലോ. സോ എന്തായാലും അത് നിർത്തണം. ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ ടാബ്ലറ്റ്സ് കഴിക്കുന്നില്ല എന്നല്ല പറയുന്നത്, സ്കിപ്പ് ചെയ്താണ് കഴിക്കുന്നത്. ചിലപ്പോൾ ഇന്ന് അയണ്ട കഴിച്ച് കഴിഞ്ഞാൽ നാളെ അയണ്ട കഴിക്കത്തില്ല, കാൽസ്യത്തിൻ്റെ ആയിരിക്കും കഴിക്കും, നാളെ കാൽസ്യത്തിന് കഴിച്ച് കഴിഞ്ഞാൽ മറ്റേ അയണ്ട ആയിരിക്കും കഴിക്കും. അങ്ങനെയാണ് കഴിക്കുന്നത്. കാര്യം എൻ്റെ വരാൻ പോകുന്ന കുഞ്ഞിനും വേണ്ടുന്നതൊക്കെ കിട്ടണം, എൻ്റെ ബേബിക്കും വേണ്ടുന്നതൊക്കെ കിട്ടണം. അവനൊരു പ്രോബ്ലം ഉണ്ടാകരുത്. കാര്യം ഈ ഗുളിക കഴിച്ചിട്ട് ഞാൻ ഫീഡ് ചെയ്യുന്ന ടൈമിൽ കുഞ്ഞിന് ലൂസ് മോഷൻ ഉണ്ടാകാനും വോമിറ്റിംഗ് ഉണ്ടാകാനും അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ടിട്ടാണ് ഫീഡ് ചെയ്യരുത്, 5 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫീഡ് ചെയ്യരുത് എന്ന് പറയുന്നത്. ടാബ്ലറ്റ്സിൻ്റെ വീര്യം കുറച്ച് കൂടുമല്ലോ, അതുകൊണ്ടിട്ട്. എന്തായാലും അതിപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ കണക്ക് ആരും ചിന്തിച്ച് വെക്കരുത് എന്തെങ്കിലും കഴിക്കുന്നത് കൊണ്ടിട്ട് കുഞ്ഞ് കറുത്ത് പോകും, കുഞ്ഞ് വെളുത്ത് പോകും എന്നൊന്നും ചിന്തിക്കരുത്. അങ്ങനൊരു കാര്യമേ ഇല്ല. പിന്നെ നിങ്ങളുടെ കുഞ്ഞിന് ആരോഗ്യവും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് പാലും മുട്ടയും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും കാര്യങ്ങളും നമ്മുടെ പ്ലാസൻ്റ വഴി കുഞ്ഞിന് കിട്ടും, നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്ത് നിന്ന്. അത് എല്ലാം ഒന്നും കിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടിയിട്ടും ഒരുപാട് ഐറ്റംസ് കുഞ്ഞിന് വേണ്ടിയിട്ടുള്ളത് നമ്മൾ കഴിക്കുക തന്നെ വേണം. ഒന്നും കഴിക്കാണ്ടിരിക്കരുത്. പിന്നെ ചിലർ പറയും പൈനാപ്പിൾ കഴിക്കരുതെന്ന് പറയും. ഞാൻ ക്യാരിങ് ആണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. സോ അതുകൊണ്ടിട്ട് ഞാൻ പൈനാപ്പിളൊക്കെ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട്. എന്ന് വിചാരിച്ചിട്ട് എനിക്ക് കുഞ്ഞിനൊരു അബദ്ധം കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ പപ്പായ കഴിക്കരുത്, പച്ച പപ്പായ കഴിക്കരുത് ഞാൻ കേട്ടിട്ടുണ്ട്. പൈനാപ്പിൾ വലിയ സീനില്ല കേട്ടോ. 3 മാസം കഴിഞ്ഞ് നമുക്ക് എന്ത് വേണേലും കഴിക്കാം, പ്രശ്നമില്ല. അത് കൂട്ടിയിട്ട് തന്നെയാണ് ഈന്തപ്പഴം ഉണ്ടല്ലോ, അത് കഴിക്കരുതെന്ന് പറയും. അതും ആദ്യത്തെ ഒരു 3 മന്ത്സിന് ഒരുപാട് കഴിക്കരുത്, ആവശ്യത്തിന് മാത്രം കുറച്ച് കഴിക്കുക. വലിച്ചു വാരി എന്ത് കഴിച്ചാലും ആപത്ത് തന്നെയാണ്. സോ ആവശ്യത്തിന് മാത്രം കുറച്ച്. ഈന്തപ്പഴമൊക്കെ കുഞ്ഞിൻ്റെ ഹെൽത്തിനൊക്കെ നല്ലതാണ്. നമുക്ക് നോർമൽ ഡെലിവറി നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ലാസ്റ്റ് സെമ്മൊക്കെ ആവുമല്ലോ, ആ ഒരു അതായത് 6 മാസം കഴിഞ്ഞ് 7, 8, 9 ആ ഒരു മാസമൊക്കെ ഈന്തപ്പഴം ഡെയിലി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ ഡെലിവറി നടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ പലതും നമ്മൾ ഈ കഴിച്ചുകൂടാ അബോട്ടായി പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്കിപ്പ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ കുഞ്ഞിന് നല്ലതായിട്ടുണ്ട്. അഴുത്ത പപ്പായ സൂപ്പറാണ് കേട്ടോ, ഞാൻ കഴിക്കാറുണ്ട്. ഇതുവരെ കുഞ്ഞിനൊരു ആപത്തും ഉണ്ടായിട്ടില്ല, അബോട്ടൊന്നും ആയിട്ടില്ല. പിന്നെന്താ ഇതേ കണക്ക് ഞാൻ എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വേറെ ചെയ്യാം കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഒരിക്കലും കുഞ്ഞിൻ്റെ നിറം എന്ന് പറയുന്നത്, ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ നിറം എന്ന് പറയുന്നത് ഫുഡിനെ ബേസ് ചെയ്തായിരിക്കില്ല, അത് കുഞ്ഞിൻ്റെ അമ്മയുടെയോ അച്ഛൻ്റെയോ ജനറ്റിക് ബേസ് ചെയ്തായിരിക്കും. സോ അത് മാത്രമേ എപ്പോഴും ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു.